ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താണെന്നറിയോ? നമ്മളുടെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എയർ ഡ്രൈ ക്ലേ. അപ്പോൾ ഈ എയർ ഡ്രൈ ക്ലേയിൽ നമ്മൾ സാധാരണ ഗ്ലൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടാണല്ലേ ഉണ്ടാക്കുക. പക്ഷേ ഇതാ ഇപ്പോൾ കണ്ടോ, ഈ ഒരു എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള മൂന്നേ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലേ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ക്ലേ വെച്ചുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ക്ലേ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്ലേ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു ക്ലേ ഉണ്ടാക്കി എന്ന് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളുടെ ആ ഒരു ക്ലേ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ബൗളായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലോട്ട് ഇതുപോലെ ഒരു കപ്പിൽ ഞാനൊരു കപ്പ് മൈദ പൊടി, അതായത് നമ്മളുടെ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മൈദയില്ലേ, മൈദയോ ബാറ്റൺ ഫ്ലോറോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി കപ്പ് മെഷർമെൻറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോ കയ്യിലോ എന്തെങ്കിലും എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഏകദേശം മെഷർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എത്രയുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 ഒരു 7 സ്പൂൺ ഉണ്ടാവും. ഇതിലൊരു 7 സ്പൂണാണ് ഇതിപ്പോൾ ഉണ്ടാവുക കേട്ടോ. ഞാൻ കണ്ടോ ഇങ്ങനത്തെ ഒരു യോഗട്ടിൻ്റെ ഡബ്ബയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ സ്പൂണിലോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് എടുത്തിട്ട്, കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് അതിലായാലും മെഷർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് 7 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നമ്മളെടുത്ത ഒരു കപ്പിൽ ഒരു കപ്പ്. ഇനി നമ്മൾ ഉപ്പാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പില്ലേ, ഈ ഉപ്പ് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഒട്ടും ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവരുത്. കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ഏതാണ് എങ്കിലും നമ്മൾ പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഈ മൈദ എടുത്തതിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു കപ്പ്, ഈ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ മൈദ എടുത്തത്. അപ്പോൾ ഇതിൽ ഹാഫ് കപ്പ്, അതല്ലെങ്കിൽ നമ്മൾ 7 സ്പൂണാണ് എടുത്തത് അല്ലേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സ്പൂണിൽ. അപ്പോൾ അതിൽ 7ൻ്റെ ഹാഫ് 3.5 അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. എടുത്ത മൈദയുടെ ഹാഫ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്ത് ഇടാം. അപ്പോൾ അതാ ഞാൻ മെഷർ ചെയ്തും കൂടെ കാണിച്ചു തരാം. 2 and 3 കണ്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നിറച്ചെടുത്തല്ലോ. അപ്പോൾ 3.5 ഒരല്പം കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം കൂടെ ഇടാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായാലും നമ്മൾ ഏത് മെഷർ ചെയ്യാൻ എന്തെടുത്താലും കുഴപ്പമില്ല, സ്പൂണാണെങ്കിലും ബൗളാണെങ്കിലും ഒക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇതിൽ ക്രിസ്റ്റൽസ് ആയിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലേ ഒരിക്കലും നമുക്ക് ഫൈൻ ടെക്സ്ചറായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് നന്നായിട്ട് പൊടിച്ച് നല്ല ഫൈനാണെന്ന് ഉറപ്പ് വരുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഈ മൈദയും ഉപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ അരിപ്പ പറയില്ലേ, അതിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡേഴ്സ് മാത്രമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഉപ്പ് വരുന്ന വിധത്തിൽ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത ആ ഒരു ഇതിൽ ഹാഫ് കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളം കൂടരുത്. നമുക്കിതാ ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒഴിക്കാം. സ്പൂൺ കൊണ്ട് 7ൻ്റെ ഹാഫ് 3.5 ആണല്ലോ, അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 4 ഒഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മൈദയുടെ പൊടിയൊക്കെ നമ്മൾ ഇങ്ങനെ നിറച്ച് പൊന്തി നിൽക്കുന്ന വിധത്തിലല്ലേ എടുത്തത്. അപ്പോൾ വെള്ളം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു 4 ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. വെള്ളം ഒരുപാട് കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പും മൈദ പൗഡറും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തോട്ടും വെള്ളം വരുന്ന വിധത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ക്ലേ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൗളിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു വെള്ളം വരുന്ന വിധത്തിൽ, വെള്ളമായിട്ട് മിക്സായി ഒരു ഇതാവുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, മിക്സിങ്ങിലാണ് കേട്ടോ ഈ ഒരു ക്ലേയുടെ ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടാം. മിക്സിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പ് നല്ല ഫൈനായിട്ടുള്ള ഉപ്പ് പൗഡറും ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കിതൊട്ടും കിട്ടില്ല. അതുപോലെ തന്നെ മൈദയൊന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു ടെക്സ്ചറും നല്ല ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നമ്മുടെ ബൗളിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇത് വിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ബൗളിൽ നിന്ന് ഇത് മാറ്റിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പുമായിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഇത് ചെയ്യുക, നീഡ് ചെയ്തെടുക്കുക. അതായത് നല്ല സോഫ്റ്റ് ആവാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഇതിനെങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ആയി വരും കേട്ടോ. നന്നായിട്ട് നീഡ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിലും നന്നായിട്ടും നീഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് ഞാൻ കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്ലേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ആ ഉപ്പ് പൗഡറൊക്കെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. നല്ല ഫൈൻ പൗഡേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് നീഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടെക്സ്ചറായിട്ടുള്ള ക്ലേ കിട്ടും കേട്ടോ. നോക്കൂ, ഇപ്പം നമ്മൾ മേടിക്കുന്ന ആ ഒരു ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എയർ ഡ്രൈ ക്ലേക്കില്ലേ, ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസകരമായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ക്ലേ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് കണ്ടോ, നമ്മളിങ്ങനെ കുഴിക്കുമ്പോഴൊന്നും ക്രാക്സ് ഒന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം കേട്ടോ. ഇതിലൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തും കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടോ, ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ക്ലേ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ഫ്ലവർ പോലെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു അല്പം ക്ലേ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് ചുമ്മാ വെറുതെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെ ഷേപ്പ് വരുമോ, ഷേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ ഒരു ക്രാഫ്റ്റ് നമുക്ക് വരുന്നുണ്ട്. നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നാളെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലേ ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന് പല യൂസുകളുണ്ട് കേട്ടോ. നമുക്ക് ഏത് ക്ലേ വെച്ച് ബോട്ടിൽ ആർട്ടുകളോ ക്ലേ ആർട്ടുകളോ ഒക്കെ ഇല്ലേ, അതിനൊക്കെ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ക്ലേ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. കടയിൽ നിന്ന് മേടിക്കുക കൊച്ചുകുട്ടികളാണെങ്കിലും ഇത് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രോബ്ലംസും ഇല്ല. നമ്മുടെ ഫുഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫുഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് യെല്ലോ കളേഴ്സൊക്കെ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ സ്കെച്ച് പെന്നിൻ്റെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് കാണിക്കുന്നതാണിത്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് കളർ ചെയ്താലും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതിലായാലും ഇങ്ങനെ നന്നായിട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല ഒരു ഡബ്ബ എടുത്തിട്ട് അതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഉള്ള ഒരു ഡബ്ബയായിരിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ അടച്ചു വെക്കാം. എയർ ഒട്ടും കയറാതിരിക്കണം കേട്ടോ. എയർ കയറി കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്ലേ ഒക്കെ റെഡിയാക്കി വെക്കുക. കുട്ടികൾക്ക് കളിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.